ഫുട്ബോൾ ലോകം ഏറെ അക്ഷമരായി കാത്തിരുന്നൊരു മത്സരം. സോഷ്യൽ മീഡിയയിലെ ആരാധകന്മാരും കഴുകന്മാരും പരസ്പരം മികഴ്ത്തിയും പുകഴ്ത്തിയും ആരാധകരുടെ ചോര ഊറ്റി കുടിക്കുവാൻ അവസരം കാത്തു നിൽക്കുന്നു. എന്നാൽ അവിടെയാണ് ആ കണ്ടുമുട്ടലിൽ ഒരാളുടെ സാഹചര്യം പരിക്ക് മൂലം ഉപേക്ഷിക്കേണ്ടി വരുന്നത്. ശേഷം മനഃപൂർവ്വം പിൻവാങ്ങുകയാണെന്ന് പോലും പാപ്പരാസികൾ പരത്തിവിട്ടു. ഒടുക്കം രണ്ടു കൂട്ടരും മത്സരത്തിൻ്റെ ആദ്യ ലെവലിൽ പോലും ഉണ്ടാകുന്നില്ല. അങ്ങനെയാണ് മെസ്സിയുടെ പിള്ളേരും റൊണാൾഡോയുടെ പിള്ളേരും തമ്മിലുള്ള മത്സരമായി ആ പോരാട്ടം മാറുന്നത്. വിധിയെ പ്രവചിക്കുക എന്നത് വിഷമകരം തന്നെയായിരുന്നു. കാരണം അൽ ഹിലാലിനെതിരെ വിജയമില്ലായിരുന്നുവെങ്കിലും തിരിച്ചു വന്നവരാണ്. ഈ മണ്ണിൽ വന്ന് വിജയമോ സമനിലയോ ഉണ്ടായാൽ പോലും പല കഥകളും കെട്ടുകഥകളായി മാറും. അമേരിക്കൻ സോക്കർ ലീഗ് ബെറ്റർ ദൻ സൗദി ലീഗ് എന്ന് ഒരു കൂട്ടർ ഉയർത്തിപ്പിടിക്കും. റൊണാൾഡോയുടെ സംഘത്തെ അവരുടെ നാട്ടിൽ ചെന്ന് തീർത്തുവെന്ന് പലരും പറയും. പകരക്കാരുടെ പട്ടികയിൽ നിന്നും ആ 10ാം നമ്പറുകാരൻ കൂടി സബ്സ്റ്റിറ്റ്യൂഷനായിക്കൊണ്ട് കളത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ സർവ്വതും അയാളുടെ മുന്നിൽ അടിവറ വയ്ക്കേണ്ടി വരും. ഇരുവരും കളത്തിൽ ഇല്ലാതിരുന്നിട്ട് കൂടി ഗാലറി ചാറ്റുകളിൽ ആ നാമങ്ങൾ മാറി മാറി ഉലഞ്ഞുകൊണ്ടേയിരുന്നു. ആ മുഴക്കം ഇരു ടീമുകളുടെ താരങ്ങളുടെ രക്തത്തെ പോലും ചൂടുപിടിപ്പിച്ചു. ഇരു ഗോട്ടുകളുടെയും സാന്നിധ്യം ചിത്രത്തിലില്ലാതിരുന്ന കഥയ്ക്ക് വിധി പറയുവാൻ പക്ഷേ അധിക സമയമെടുത്തില്ല. 3ാം മിനിറ്റിൽ ഒക്ടേവിയും 10ാം മിനിറ്റിൽ ടലീസ്കയും 12ാം മിനിറ്റിൽ ലപ്പോർട്ടയുടെ അവസ്മരണീയമായ ഗോളും അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇന്റർ മിയാമിക്ക് സൗദിയിലെ മണൽപ്പരപ്പുകൾ പോലും നരകം പോലെ തോന്നിക്കാണും. ഡിഫൻഡിങ്ങിലും പൊസിഷനിങ്ങിലും പാസിങ്ങിലും ഇന്റർ മിയാമിക്ക് ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു അൽ നാസർ. തിരിച്ചടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാതി വഴിയിൽ അവസാനിക്കുന്നു. 2ാം പകുതിയിലും അതേ 3 ഗോളുകളുടെ കഥ വീണ്ടും തുടർന്നു. ടലീസ്കയിൽ തുടങ്ങി ടലീസ്കയിൽ അവസാനിക്കുന്നു. ഇടയിൽ 68ാം മിനിറ്റിൽ മാറിൻ്റെ ഹെഡറും 6 എന്ന ആക്കം തികയ്ക്കുന്നുണ്ട്. പ്രതീക്ഷയ്ക്ക് ഒരു കണിക പോലും അവസരം നൽകാതെ സൗദിയിലെ റൊണോയുടെ പിള്ളേര് ഇന്റർ മിയാമിയിൽ കയറിയെന്ന് മേഞ്ഞു എന്ന് പറയേണ്ടി വരും. 6 ഗോളുകളിൽ അവസാനിക്കുന്ന ഗോൾ വേട്ടയ്ക്ക് ശേഷം ലിയോ കളത്തിലേക്ക് വരുന്നുണ്ട്. അയാൾക്ക് ലഭിച്ച സമയപരിധിയും അൽ നാസറിന്റെ ഡിഫൻഡിംഗ് പവറും ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കുമെന്ന അത്ഭുതങ്ങളുടെ കാഴ്ചയ്ക്ക് അവസരം നൽകുന്നില്ല. ഒരു ഗോൾ പോലും തിരിച്ചടിക്കാൻ കഴിയാതെ വന്നതിൻ്റെ അല്ലെങ്കിൽ പരാജയപ്പെട്ടതിൻ്റെ വിഷമവും വിഷാദവും ബുസ്കറ്റ്സിൻ്റെയും ജോഡി ആൽബയുടെയും സുവാരസിൻ്റെയും ലയണൽ മെസ്സിയുടെയും എല്ലാം മുഖത്ത് പ്രകടമായിരുന്നു. ഒടുവിൽ ലാസ്റ്റ് ഡാൻസ് എന്ന് വിശേഷിപ്പിച്ച സ്വപ്നമുണർത്തുന്ന മത്സരം 6 ഗോളിൽ അവസാനിക്കുന്നുണ്ട്. ഇനി ന്യായീകരണങ്ങൾ ആരംഭിക്കാം. ഫ്രണ്ട്ലി മാച്ച് ആയിരുന്നില്ലേ എന്ന് പറയാം. പക്ഷേ വിധി മറിച്ചായിരുന്നുവെങ്കിൽ അതിനും വലിയ ആഭാസങ്ങൾ പരത്തിവിടുമായിരുന്നു. പക്ഷേ എനിക്ക് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ആയുസ്സിലെ തന്നെ ഏറ്റവും വലിയ മൊമെൻ്റ് ആയിരുന്നു. അവരുടെ ആ നിശബ്ദതയിലുള്ള ഇരിപ്പിൽ പോലും ഇരുവരും പരസ്പരം മിസ് ചെയ്യുന്നത് പോലെ തോന്നിപ്പോയി. ഇത്തവണ ക്ലൈമാക്സ് അൽ നാസറിന് അനുകൂലമായിരുന്നു. പക്ഷേ റയലിലെയും ബാഴ്സയും പോലെ ഇനിയും ഈ അധ്യായം നമുക്ക് മുന്നിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കുട്ടിയെ കുട്ടിന് മറുപൊട്ട് അന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. അന്ന് മൈതാനത്ത് 2 ഗോട്ടുകളും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയകൾ പോലും നിശ്ചലമാകും. ആ മുഹൂർത്തമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതെല്ലാം എന്തുമായിക്കോട്ടെ, നായകന്മാർ ഇരുവരും ഇല്ലാതിരുന്ന ആ കഥയിൽ സൗദിയുടെ പിള്ളേർ അങ്ങ് അമേരിക്കയിലെ ഇന്റർ മിയാമിയുടെ പിള്ളേരുടെ ശവപ്പെട്ടിക്ക് മേൽ ആണി അടിച്ചു കഴിഞ്ഞു. ആരോ പറഞ്ഞതുപോലെ സൗദി ബെറ്റർ ദാൻ എന്ന വാചകം യാഥാർത്ഥ്യമാക്കി കെട്ടുകഥകളെ തിരുത്തി കുറിക്കുന്നു. ഈ കഥയ്ക്ക് മറുകഥ എഴുതും വരെ ഇതാണ് യഥാർത്ഥ കഥ. സൗദിയൻ പ്രോ ലീഗ് ഇന്ന് വളരുകയാണ്. ബിക്കോസ് എ റീസൺ. അതിൻ്റെ ഇമ്പാക്റ്റ് അവരുടെ ചരിത്രത്തെ തന്നെ മാറ്റി കുറിച്ചിരിക്കുന്നു. ഒരാൾ കളിക്കുന്നില്ലെങ്കിൽ ഈ ഫുട്ബോൾ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വരെ ലോകം സാക്ഷിയാക്കുന്നു. ഫുട്ബോൾ ഒരു വലിയ ബ്രാൻഡാണെങ്കിൽ അതിനും വലിയൊരു ബ്രാൻഡായിക്കൊണ്ട് ഒരാൾ അതിനു മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നു. കഥ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ആവനാഴിയിലെ അവസാനത്തെ ആയുധവും മിനുക്കിയെടുത്തുകൊണ്ട് വീണ്ടും പോരാട്ടങ്ങളുണ്ടാകും. അന്നും വിമർശനങ്ങൾ ഉണർത്താതെ അതിനെ ആവോളം ആസ്വദിക്കുവാൻ ശ്രമിക്കുക.